മക്കളെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്സ് ഒക്കെ പഠിച്ചു അല്ലേ? കെമിസ്ട്രിയിൽ പാർട്ട് 1 സ്ട്രക്ചർ ഓഫ് ആൻ ആറ്റം എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ എല്ലാവർക്കും അറിയാലോ. പാർട്ട് 1 അപ്പോൾ നമ്മൾ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്സ് പഠിച്ചു. ഇലക്ട്രോൺ, പ്രോട്ടോൺ ഇതിനൊക്കെ കണ്ടുപിടിച്ചത് പഠിച്ചു. ആരാണ് കണ്ടുപിടിച്ചത്, എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, ഇതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള കുറച്ച് ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടു. എങ്ങനെയാണ് ആറ്റത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയൊക്കെ ഉണ്ടെന്നൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ എല്ലാവർക്കും അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പഠിക്കാൻ പോണത് ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നാണ് കേട്ടോ. അതായത് ശരിക്കും നമ്മുടെ ആറ്റത്തിൻ്റെ ഉള്ളിൽ ഇവരൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇവർ എങ്ങനെയാണ് ആറ്റത്തിൻ്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അതായത് ഇപ്പോൾ ഇലക്ട്രോണും പ്രോട്ടോണും ഒക്കെ ചുമ്മാ ഇങ്ങനെ പറക്കി വെച്ചിരിക്കുകയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഓർഡറിലാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതായത് ആറ്റത്തിൻ്റെ സ്ട്രക്ചർ, ആറ്റത്തിൻ്റെ ഘടന എങ്ങനെയാണെന്നാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ സയൻറ്റിസ്റ്റുകളൊക്കെ ഇങ്ങനെ ഇലക്ട്രോണും പ്രോട്ടോണൊക്കെ കണ്ടുപിടിച്ച ശേഷം ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എന്തായിരിക്കും എന്നുള്ള കണ്ടുപിടുത്തത്തിലായിരുന്നു പിന്നെ എല്ലാവരും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഓരോ സയൻറ്റിസ്റ്റുകളും ഓരോ മോഡൽ ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങി. ആറ്റത്തിൻ്റെ മോഡൽ ഇന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവർ സ്റ്റഡി ചെയ്തതിൻ്റെയൊക്കെ ബേസിസിൽ അങ്ങനെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് മോഡലാണ് നമ്മുടെ ജെ തോംസൺ. അപ്പോൾ നമ്മുടെ പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ വാട്ടർ മെലൺ മോഡൽ എന്താണെന്ന് വെച്ചാൽ തണ്ണിമത്തൻ്റെ നമ്മളുടെ തൊണ്ടുള്ള ഭാഗം ഇല്ലേ, ആ ഗ്രീൻ കളറിലെ പാർട്ട്, ആ പാർട്ട് അങ്ങ് കളഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഒരു റെഡ് കളറിലെ സ്പിയർ ആയിട്ടുള്ള ഒരു പോർഷൻ കിട്ടില്ലേ, ഒരു ഗോളം പോലത്തെ ഭാഗം. അതിനുള്ള നമുക്കറിയാം കുരുക്കളൊക്കെ നിറച്ചുണ്ടാവും അവിടെ ഇവിടേക്കായിട്ട്. റെഡ് കളറിലെ ഫ്ലഷ് ഇങ്ങനെ നിറഞ്ഞിരിക്കും അല്ലേ? അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ ആറ്റം എന്നാണ് ആര് പറഞ്ഞേടാ? ജെ തോംസൺ പറഞ്ഞത്. പുള്ളി പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു സ്പിയർ ആണ്. ഓക്കെ, ഒരു ഉണ്ട പോലെ, ഒരു ഗോളം പോലെ ആയിരിക്കുന്നത്. ആ ഗോളത്തിൽ നിറച്ച് ഇങ്ങനെ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ ഒരേപോലെ നിൽക്കുവാണ്. എന്നിട്ട് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ അവിടെ ഇവിടേക്ക് ആയിട്ട് ഇങ്ങനെ കുത്തി വെച്ചിരിക്കുന്ന പോലെയാണ് ആറ്റം എന്നാണ് ആര് പറഞ്ഞത്? ജെ തോംസൺ പറഞ്ഞത്. അതായത് ഒരു വാട്ടർ മെലൺ എങ്ങനെയാണോ അതേപോലെ. അപ്പോൾ വാട്ടർ മെലണിൽ ആ റെഡ് കളർ കാണുന്നതിന് പകരം ആറ്റത്തിൽ എന്താണ് നിറച്ച് പോസിറ്റീവ് ചാർജിനെയാണ് നമ്മുടെ ജെ തോംസൺ കമ്പയർ ചെയ്തത്. ഓക്കെ, ഇനി അതിൻ്റെ ഉള്ള കുരുക്കൾ കാണുന്നതിന് പകരം ഇവിടെ എന്താണ്, അതിന് പകരം ഇലക്ട്രോണുകളാണ് കിടക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി പുള്ളി ഒരു കാര്യം കൂടി പറഞ്ഞു, ഈ ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള പോസിറ്റീവ് ചാർജുകളുടെ എണ്ണവും ഈ നെഗറ്റീവ് ചാർജുകളുടെ എണ്ണവും എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരു 10 പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ 10 നെഗറ്റീവ് ചാർജും ആറ്റത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അപ്പോൾ പോസിറ്റീവ് ചാർജും 10 ഉണ്ട്, നെഗറ്റീവ് ചാർജും 10 ഉണ്ടെങ്കിൽ ടോട്ടൽ ചാർജ് എത്ര വരും? 0 വരും കേട്ടോ. പോസിറ്റീവ് ചാർജിൻ്റെ എണ്ണവും നെഗറ്റീവ് ചാർജിൻ്റെ എണ്ണം ഈക്വൽ ആണെങ്കിൽ ടോട്ടൽ ചാർജ് 0 ആയിപ്പോവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആറ്റത്തിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് ചാർജുള്ള ആൾക്കാരും ഉണ്ട്, നെഗറ്റീവ് ചാർജുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷേ ആറ്റത്തിൻ്റെ ചാർജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചാർജ് വരാ? 0 ആണ്, അല്ലെങ്കിൽ ന്യൂട്രൽ ആണ് ചാർജ് വരാം. ചാർജ് ഇല്ല എന്ന് വേണം നമ്മൾ പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് വൈദ്യുതപരമായ ആറ്റം ഉദാസീനമാണ് എന്ന്. അതായത് ആറ്റത്തിന്റെ ചാർജ് എന്താണ്? ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജെ തോംസൺ പുള്ളിയുടെ പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ വാട്ടർ മെലൺ മോഡൽ എന്ന് പറയുന്ന മോഡലിലൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്ന ആറ്റത്തിന്റെ മോഡൽ. ഓക്കെ അല്ലേ? ഇനി ഇത് ഇവിടെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഫിഗർ കാണാം. കണ്ടോ? ഈ ഫിഗറിൽ റെഡ് കളർ ഭാഗം മൊത്തം പോസിറ്റീവ് ചാർജ് ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാണ് ആ മോഡലിൻ്റെ ഫിഗർ. ഇനി അതിലത് നെഗറ്റീവ് ചാർജിൽ ഇലക്ട്രോൺസിനെ കണ്ടോ? റൗണ്ടിൽ ഇങ്ങനെ തണ്ണിമത്തനിൽ ഇങ്ങനെ കുരുക്കൾ കിടക്കുന്ന പോലെ ഇങ്ങനെ കിടക്കുന്നത്. ഇതാണ് നമ്മുടെ ജെ തോംസന്റെ പ്ലം പുഡിംഗ് മോഡൽ. അപ്പോൾ മക്കളെ, ഇതിലെ ഒരു വേർഡ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം, സ്പെഷ്യലി നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻറ്റ് കേട്ടോ. ഇതിവിടെ നോക്കിയേ, ഇലക്ട്രോൺസ് ആർ എംബഡഡ് എന്ന് പറഞ്ഞൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. എംബഡഡ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇലക്ട്രോൺസ് ഇങ്ങനെ കുത്തി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പം നമ്മൾ മോഡലിൽ പറഞ്ഞില്ലേ, കുരുക്കൾ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന പോലെ ഇലക്ട്രോൺസും ഇങ്ങനെ അവിടെ ഇവിടെയും കിടപ്പുള്ളത്. അപ്പോൾ അതിന് നമ്മൾ എഴുതേണ്ട വേർഡാണ് എംബഡഡ്, അല്ലെങ്കിൽ കുത്തി വെച്ചിരിക്കുന്നു, കുഴിച്ചിട്ടിരിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് അവിടെ അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലം പുഡിംഗ് മോഡൽ വരണത്. ഇത്രയേ ഉള്ളൂ. ഇനി ഈ മോഡലിലും ഇതേപോലെ തന്നെ ഇങ്ങനെ ഒരു മോഡൽ നമ്മുടെ ജെ തോംസൺ സയൻറ്റിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയെന്ന് വെച്ചാലേ, ഇപ്പം നമ്മൾ ഈ പുതിയൊരു മോഡലൊക്കെ ഇങ്ങനെ ആറ്റത്തിൻ്റെ മോഡൽ ഇന്നതാണെന്നൊക്കെ പറയും കാര്യമായിട്ടൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തെ മറ്റുള്ള സയൻറ്റിസ്റ്റ് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക ഈ മോഡലിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത് ഇങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താ? ഇതിലെന്തെങ്കിലും കുഴപ്പമുണ്ട് എന്ന് കണ്ടുപിടിച്ച് ഈ മോഡൽ തെറ്റാണെന്ന് പ്രൂവ് ചെയ്യണം എന്നല്ലേ, എന്നിട്ട് അവർക്കൊരു മോഡൽ കണ്ടുപിടിക്കണം. അപ്പോൾ അല്ല അവരുടെ പേര് വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ സയൻറ്റിസ്റ്റും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഈ മോഡൽ തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ. അപ്പോഴാണ് സയൻറ്റിസ്റ്റുകൾ ഈ ജെ തോംസനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു, ഈ മോഡൽ ഇങ്ങനെ വന്നാൽ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഒന്നും തോംസന് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ വന്നപ്പോൾ എന്താ, ഈ മോഡൽ ഫെയിലായി, ഈ മോഡൽ തെറ്റാണെന്ന് പ്രൂവ് ചെയ്യേണ്ടി വന്നു.
അങ്ങനെ ദേ വരുന്നു മക്കളെ നമ്മുടെ അടുത്ത സയന്റിസ്റ്റ് ഏണസ്റ്റ് റദർഫോർഡ്. അപ്പോൾ ഏണസ്റ്റ് റദർഫോർഡ് പുതിയൊരു ആറ്റം മോഡൽ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. അതിന് ഭാഗമായിട്ട് കുറച്ച് എക്സ്പെരിമെന്റ് ഒക്കെ പുള്ളി ചെയ്തു കേട്ടോ. ആ എക്സ്പെരിമെന്റ് നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട് വെരി ഇമ്പോർട്ടൻറ്റും ആണ്. അപ്പോൾ അദ്ദേഹം ചെയ്ത എക്സ്പെരിമെന്റിന്റെ പേരാണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ സ്വർണ്ണ തകിട് പരീക്ഷണം. ഓക്കെ, ഇതിന് വേറൊരു പേരും കൂടി അറിയപ്പെടുന്നുണ്ട്, ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. അത് പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റിൽ പഠിക്കാൻ വേണ്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ എക്സ്പെരിമെന്റിലോട്ട് നമ്മൾ കടക്കുന്നതിന് മുന്നേ നമുക്കൊരു സാധനം എന്താണെന്ന് പഠിക്കാണ്ട് ആൽഫ പാർട്ടിക്കിൾ. ആദ്യമായിട്ടല്ല ആൽഫ പാർട്ടിക്കിൾ എന്നുള്ള പേര് കേൾക്കണേ. അപ്പൊ എന്താണ് ആൽഫ പാർട്ടിക്കിൾ? ആൽഫ പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ സിമ്പിൾ ആണ്. നമ്മൾ ഇലക്ട്രോൺ പ്രോട്ടോൺ ഒക്കെ പറഞ്ഞില്ലേ, അതായത് നമ്മുടെ കണ്ണിൽ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ അത്രയും ചെറിയ സാധനങ്ങളല്ലേ ഇലക്ട്രോണും പ്രോട്ടോണും ഒക്കെ. അതേപോലെ തന്നെ വളരെ ചെറിയ കണികകളാണ് ഈ ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇവർക്കുള്ള ചാർജ് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ മക്കൾ ഇപ്പൊ തൽക്കാലം അത്ര അറിഞ്ഞു വെച്ചാൽ മതി, ആൽഫ പാർട്ടിക്കിൾസ് പോസിറ്റീവ് ചാർജുള്ള വളരെ വളരെ ചെറിയ കണികകളാണ്. ഓക്കെ, ഇനി ആ എക്സ്പെരിമെന്റ് എങ്ങനെയാ ചെയ്തതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, ദാ ഇവിടെ നോക്കി എല്ലാവരും. അപ്പോൾ ഇവിടെ ഈ എടുത്തിരിക്കുന്നതാണ് നമ്മുടെ ആൽഫ പാർട്ടിക്കിൾസിന്റെ സോഴ്സ് എന്ന് പറയുന്നത്. അതായത് ആൽഫ പാർട്ടിക്കിൾസ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇഷ്ടമാതിരി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. ആൽഫ പാർട്ടിക്കിൾസ് കുറേ ഇങ്ങനെ വരുന്ന ഒരു സോഴ്സ് എടുത്ത് വെച്ചിരിക്കുവാണ്. പിന്നെ പുള്ളി എടുത്തിരിക്കുന്ന സാധനമാണ് ഇവിടെ കണ്ടോ, ഗോൾഡ് ഫോയിൽ, അതായത് സ്വർണത്തിന്റെ ഒരു ഷീറ്റ്, അതായത് വളരെ വളരെ തിന്നായിട്ടുള്ള ഷീറ്റാണ് കേട്ടോ, ഒട്ടും കട്ടിയില്ലാത്ത പേപ്പർ പോലത്തെ വളരെ തിന്നായിട്ടുള്ള ഗോൾഡിന്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ പുള്ളി ചെയ്തിരിക്കുന്നത് അതിന് ചുറ്റും ഇങ്ങനെ ഒരു സ്ക്രീൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സ്ക്രീൻ എന്തിനാ വെച്ചിരിക്കണേന്ന് വെച്ചാൽ വെറുതെ സ്ക്രീൻ അല്ല, നമ്മുടെ സിങ്ക് സൾഫേറ്റിലെ നമ്മൾ നേരത്തെ പഠിച്ച, നമ്മൾ കാഥോഡ് റേഡ് എക്സ്പെരിമെന്റിൽ പഠിച്ചില്ലേ സിങ്ക് സൾഫേറ്റ് കോട്ട് ചെയ്തിരുന്നു, അതേപോലെ സിങ്ക് സൾഫേറ്റ് പോലുള്ള മെറ്റീരിയൽ കോട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ക്രീനാണ് വെച്ചിരിക്കണേ. ഈ സ്ക്രീൻ എന്തിനാ വെച്ചിരിക്കണേന്ന് വെച്ചാൽ ഈ ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന സാധനങ്ങളും നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റാത്ത രീതിയിൽ അത്രയും കുഞ്ഞു സാധനങ്ങളാണ്. അപ്പൊ ഇവരെ പറ്റിയിട്ടൊരു എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇവരെങ്ങോട്ട് പോയി, ഏത് സ്ഥലത്തോട്ടാണ് പോയെന്നൊക്കെ അറിയാനായിട്ട് നമ്മൾ ഈ സിങ്ക് സൾഫേറ്റ് പോലുള്ള മെറ്റൽ കോട്ട് ചെയ്യണത്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള മെറ്റീരിയലിൽ ചെന്നിട്ട് ഈ ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ തട്ടുമ്പോൾ അവിടെ ഒരു ഗ്ലോ കാണും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ അവർ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ കോട്ട് ചെയ്തിരിക്കുന്ന അതേ ഒരു സ്ക്രീനും വെച്ചിട്ടുണ്ട്. ഇതാണ് എക്സ്പെരിമെന്റിന്റെ സെറ്റപ്പ്. ഓക്കെ, അപ്പോൾ നമ്മുടെ റുദർഫോർഡ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ആൽഫ പാർട്ടിക്കിൾസിനെ ഈ ഗോൾഡ് ഫോയിലിൽ ഇങ്ങനെ വന്ന് വീഴാനായിട്ട് അനുവദിച്ചു. ഓക്കെ, അങ്ങനെ വീണപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മുടെ റുദർഫോർഡ് മനസ്സിലാക്കിയത്. അതിൽ നിന്ന് ഒബ്സർവ് ചെയ്തത് 3 കാര്യങ്ങളാണ് കേട്ടോ. ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ ആൽഫ പാർട്ടിക്കിൾസ് ഇങ്ങനെ ചെന്നിട്ട് ഈ ഗോൾഡ് ഫോയിലിലൂടെ കടന്നു പോയിട്ട് അപ്പുറം ചെന്ന് വീണതായിട്ട് കണ്ടു. മെജോറിറ്റി ആൽഫ പാർട്ടിക്കിൾസും അതേപോലെ കടന്നുപോയി അപ്പുറം ചെന്ന് വീണു. ഇനി വളരെ ചെറിയ എണ്ണം മാത്രം ഇങ്ങനെ തിരിച്ച് സൈഡുകളിലോട്ട് ചെന്ന് വീഴുന്നതായിട്ട് പുള്ളി കണ്ടു. വളരെ കുറച്ച് എണ്ണം മാത്രം കേട്ടോ. അയച്ചതിൽ മിക്കവരും എന്ത് ചെയ്തു, ഗോൾഡ് ഫോയിൽ തുളച്ച് അപ്പുറം ചെന്ന് വീണു. ഇനി കുറച്ച് പേര് മാത്രം സൈഡുകളിലോട്ട് ഇങ്ങനെ വീണു. ഇനി അതിൽ തന്നെ ഏറ്റവും കുറവ് ആൽഫ പാർട്ടിക്കിൾസ്, അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പുള്ളി പറഞ്ഞിരിക്കുന്നത് 20,000 ആൽഫ പാർട്ടിക്കിൾസ് എടുത്താൽ അതിൽ ഒരെണ്ണം മാത്രം ഈ പോയ പോലെ തന്നെ എന്ത് ചെയ്തു, ഇങ്ങോട്ട് പോയിട്ട് അതിൽ തട്ടി അതേപോലെ തന്നെ തിരിച്ചു വന്നു. അങ്ങനെ 3 കാര്യങ്ങളാണ് സംഭവിച്ചത്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ കാര്യം എന്താ, മെജോറിറ്റി അതായത് ഭൂരിഭാഗം ആൽഫ പാർട്ടിക്കിൾസും ഗോൾഡ് ഫോയിലും കടന്ന് അപ്പുറത്ത് ചെന്ന് തട്ടി. ഇനി കുറച്ചെണ്ണം മാത്രം ഇങ്ങനെ ഗോൾഡ് ഫോയിലിൽ അടുത്തോട്ട് ചെന്നിട്ട് പിന്നെ അപ്പുറത്തോട്ട് സൈഡുകളിലോട്ട് ഇങ്ങനെ തട്ടിപ്പോന്നു. ഇനി വളരെ ചുരുക്കം 1-2 എണ്ണം മാത്രം എന്ത് ചെയ്തു, പോയിട്ട് അതേപോലെ തന്നെ തിരിച്ച് പോന്നു. അപ്പൊ ഈ തിരിച്ചു പോന്നു എന്നുള്ളതിനെ നമ്മൾ പറയുന്ന ഒരു വാക്കാണ് ബൗൺസ്ഡ് ബാക്ക്. അതായത് നമുക്കറിയാലോ, നമ്മൾ കുഞ്ഞിലേക്ക് കളിക്കില്ലേ, ബൗൺസിങ് ബോൾ വെച്ച് റബ്ബർ പോലത്തെ ബോൾ എറിഞ്ഞാൽ അതേപോലെ തന്നെ തിരിച്ചു വരും. അതാണ് ബൗൺസ് ചെയ്യുക, അതായത് പോയിട്ട് അതേപോലെ തന്നെ തിരിച്ചു വന്നു. ഇങ്ങനെ 3 കാര്യങ്ങളാണ് അദ്ദേഹം ഒബ്സർവ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം കണ്ടെത്തിയ ഈ 3 ഒബ്സർവേഷൻസ്, നിരീക്ഷണങ്ങളാണ് ഇവിടെ ഈ 3 പോയിന്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ 3 പോയിന്റ്സ് മക്കൾ പഠിക്കണം. ഒബ്സർവേഷൻസ് കണ്ടോ, ഇവിടെ ഹെഡിങ് പോലെ ഒരു കുഞ്ഞു വേർഡ് ഇവിടെ കിടപ്പുണ്ട്, അത് വെച്ച് തന്നെ പഠിച്ചോ. ഒബ്സർവേഷൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിരീക്ഷണം എന്താണെന്ന് വെച്ചാൽ ഈ 3 പോയിന്റ്സ് ആണ് എഴുതേണ്ടത്. മിസ് ഇപ്പോൾ പറഞ്ഞത് ഈ 3 പോയിന്റ്സ് കേട്ടോ. ഇനി ഈ ഒബ്സർവേഷൻസിൽ നിന്നും അദ്ദേഹത്തിന് മനസ്സിലായ കാര്യങ്ങളാണ് ഇവിടെ അസംഷൻസ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ ഈ വാക്ക്, ഈ അസംഷൻസ് ആണ് ഇപ്പുറത്തെ പേജിലായിട്ട് കൊടുത്തിരിക്കുന്ന ഈ 3 പോയിന്റ്സ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ആൽഫ പാർട്ടിക്കിൾസ് നമുക്കറിയാം, ആൽഫ പാർട്ടിക്കിൾസിന്റെ ചാർജ് എന്താ,
പോസിറ്റീവാണ്. അപ്പോൾ ഈ ആൽഫ പാർട്ടിക്കിൾസ്, മെജോറിറ്റി ആൽഫ പാർട്ടിക്കിൾസും ഈ ഗോൾഡ് ഫോയിലൂടെ കടന്നു പോയി എന്ന് പറയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഗോൾഡ് ഫോയിലിൽ കാണുന്ന ആറ്റങ്ങൾ എങ്ങനെയായിരിക്കണം? ആറ്റത്തിൻ്റെ ഉൾഭാഗം, മെജോറിറ്റി ഭാഗവും എംപ്റ്റി ആയിരിക്കണം, അതായത് ഒന്നും ഇല്ലാണ്ടിരിക്കണം. എന്നാലല്ലേ ആൽഫ പാർട്ടിക്കിൾസ് ഇങ്ങനെ ചെല്ലുമ്പോൾ ആറ്റത്തിൻ്റെ ഉള്ളിൽ കൂടി കടന്ന് അപ്പുറത്തോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതായത് ഗോൾഡ് ഫോയിലിൻ്റെ ഉള്ളിൽ നിറച്ച ആറ്റങ്ങളല്ലേ, ഇങ്ങനെ നിറച്ച ആറ്റങ്ങളുണ്ട്. ഈ ആറ്റങ്ങളുടെയൊക്കെ ഉള്ളിൽ നോക്കിയാൽ എന്നുണ്ട്, ഈ വരച്ചിരിക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ സ്ഥലങ്ങൾ എംപ്റ്റി ആണ്, കുറേ ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ ചെല്ലുമ്പോൾ ഈ സ്ഥലത്ത് കൂടി അപ്പുറത്തോട്ട് കടന്നു വരാനായിട്ട് അവർക്ക് പറ്റും. അങ്ങനെയുള്ള ഒരു പോയിന്റ് ആണ് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്ത പോയിന്റ്, അതായത് കടന്നു പോകാനുള്ള റീസൺ, മെജോറിറ്റിയും കടന്നു പോകാനുള്ള റീസൺ. ഇനി രണ്ടാമത് പറഞ്ഞില്ലേ, കുറച്ചെണ്ണം മാത്രം എന്ത് ചെയ്തു, തട്ടി സൈഡിലോട്ട് പോയിന്ന്. അങ്ങനെ തട്ടി സൈഡിലോട്ട് പോകാനുള്ള റീസൺ ആയിട്ട് റദർഫോർഡ് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ആറ്റം എടുക്കുമ്പോൾ ആറ്റത്തിൻ്റെ ഉള്ളിൽ എവിടെയോ നമ്മുടെ പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് മാത്രമായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ ഒരു സ്ഥലത്ത് മാത്രമായിട്ട്, ഒരു കുഞ്ഞു സ്ഥലത്ത് ഇരിപ്പുണ്ട്. ആ പോസിറ്റീവ് ചാർജിന്റെ അടുത്തു കൂടി പോയ ആൽഫ പാർട്ടിക്കിൾസ്, നോക്കി, ഈ ആൽഫ പാർട്ടിക്കിൾസ് ഇങ്ങനെ വന്നിട്ട് ഇതിന്റെ അടുത്തു കൂടി ഇങ്ങനെ പോകുമ്പോൾ പോസിറ്റീവ് ചാർജാണ് അവിടെ ഇരിക്കണേ അല്ലേ, ആൽഫ പാർട്ടിക്കിളും എന്താ, പോസിറ്റീവാണ്. അപ്പോൾ ഈ പോസിറ്റീവും തമ്മിൽ റിപ്പൾഷൻ ഉണ്ടായിട്ട് ഇവർ തമ്മിൽ എന്ത് ചെയ്യും, പോസിറ്റീവിനെ കണ്ണെടുത്താൽ കണ്ടുവിടാം, നെഗറ്റീവിനെയും കണ്ടുവിടാം. അപ്പോൾ എന്ത് ചെയ്യും, ഇതുവരെ പോയിട്ട് അതേപോലെ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരും. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ ഇരിപ്പുണ്ടെങ്കിൽ ചെല്ലുന്ന ആൽഫ പാർട്ടിക്കിൾസ് ഇവിടെ ചെന്നിട്ട് നേരെ ഇങ്ങോട്ട് തിരിഞ്ഞു പോരും. അതുകൊണ്ടാണ് കുറച്ചെണ്ണം എന്ത് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതായിട്ട് കണ്ടത്. ഇനി മൂന്നാമത് പറഞ്ഞ കാര്യം എന്താ, ഇങ്ങനെ പോയ ആൾക്കാർ അതേപോലെ തന്നെ തിരിച്ചു വന്നു എന്ന് പറഞ്ഞില്ലേ. എന്തുകൊണ്ടായിരിക്കും അതേപോലെ തന്നെ തിരിച്ചു വന്നാക്കണേ? അതായത് ഈ നടുക്ക് ഈ ഇരിക്കുന്ന പോസിറ്റീവ് ചാർജിന്റെ അടുത്തോട്ട് നേരെ അതുമ്മ ചെന്ന് തട്ടിയ ആൽഫ പാർട്ടിക്കിൾസ് ഉണ്ടാവും, നേരെ പോയി അതുമ്പോൾ തട്ടിയിട്ടുണ്ടാവും. ആ തട്ടിയ ആൾക്കാർ അതേപോലെ തന്നെ എന്ത് ചെയ്യും, തിരിച്ചിങ്ങോട്ട് പോരും. ആ വഴി കൂടി തന്നെ എന്ത് ചെയ്യും, തിരിച്ചു പോരും. ഓക്കെ, ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് പുള്ളിക്ക് ആ ഒബ്സർവേഷൻസിന്റെ റീസൺ ആയിട്ട് മനസ്സിലായത് ഈ 3 കാര്യങ്ങളാണ്. അപ്പൊ എന്താ, ആറ്റത്തിനുള്ള മെജോറിറ്റി ഭാഗം ബ്ലാങ്ക് ആയതുകൊണ്ടായിരിക്കും മിക്കതും കടന്നു പോയെന്ന് മനസ്സിലായി. പിന്നെ കുറച്ചെണ്ണം ഇങ്ങനെ സൈഡുകളിലോട്ട് തെറിച്ച് പോകാൻ കാരണം ആ പോസിറ്റീവ് ചാർജിന്റെ അടുത്തു കൂടി പോയത് കൊണ്ടിട്ട് ഡിഫ്ലക്ട് ചെയ്ത് പോകുന്നതാണെന്ന് മനസ്സിലായി. ഇനി പോയത് തിരിച്ചതേപോലെ തന്നെ വന്നു എന്ന് പറഞ്ഞ് കണ്ടതിനുള്ള റീസൺ പുള്ളി എന്താ പറഞ്ഞത്, ഈ പോയ ആൾക്കാർ ചെന്ന് തട്ടിയിട്ടുള്ളത് പോസിറ്റീവ് ചാർജിനെ തന്നെയാണ്, അതുകൊണ്ടാണ് അവർ അതേപോലെ തന്നെ തിരിച്ചു പോകുന്നതെന്ന് മനസ്സിലായി. അങ്ങനെ 3 കാര്യങ്ങൾ. ഓക്കെ അല്ലേ? അപ്പോൾ റുദർഫോർഡ് ഈ കണ്ട ഒബ്സർവേഷൻസിൽ നിന്നും പുള്ളിക്ക് മനസ്സിലായ കൺക്ലൂഷൻസിൽ നിന്നും പുള്ളി എന്ത് ചെയ്തു, ആറ്റത്തിന്റെ ഒരു മോഡൽ പ്രപ്പോസ് ചെയ്തു. അതായത് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നാൽ പിന്നെ ആറ്റത്തിന്റെ മോഡൽ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ റുദർഫോർഡ് പറഞ്ഞു. അതാണ് മക്കൾക്ക് ഇവിടെ ഒരു പിങ്ക് കളറിലെ ബോക്സിൽ പഠിക്കാനുള്ളത്, റുദർഫോർഡ് ആറ്റം മോഡൽ, റുദർഫോർഡിന്റെ ആറ്റം മാതൃക. ഓക്കെ, അതിൽ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആറ്റത്തിന് ഒരു സെന്റർ ഉണ്ട്. ആ സെന്ററിന്റെ പേരാണ് ന്യൂക്ലിയസ്. എന്താണ് മക്കളെ? ന്യൂക്ലിയസ് കേട്ടോ. ഓക്കെ, ഇനി ഈ ന്യൂക്ലിയസിനെ പറ്റി പറയുവാണെങ്കിൽ ആറ്റത്തിന്റെ സൈസിനേക്കാളും വളരെ വളരെ കുഞ്ഞിതാണ് എപ്പോഴും ന്യൂക്ലിയസിന്റെ സൈസ്. ഇപ്പൊ ദേ നോക്കിയേ, ആറ്റം ഇത്രയും വലുതാണെങ്കിൽ ന്യൂക്ലിയസ് അതിന്റെ സെന്ററിൽ ഇത്രേ ഉണ്ടാവുള്ളൂ എന്ന്. ആറ്റത്തിന്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ ന്യൂക്ലിയസിന്റെ സൈസ് ഭയങ്കര ഭയങ്കര കുഞ്ഞിതാണ്. ഓക്കെ, ഇനി മൂന്നാമത് അവർ പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്താന്ന് വെച്ചാൽ, ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ്, അപ്പൊ ഈ ന്യൂക്ലിയസ് മിസ് ഒന്നും തൽക്കാലം വലുതാക്കി വരക്കുന്നുണ്ട്, ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് നമ്മുടെ പ്രോട്ടോണുകളും അതേപോലെ തന്നെ ആറ്റത്തിന്റെ മാസ്, മെജോറിറ്റി മാസും ഇതിൻ്റെ ഉള്ള കാണുന്നതെന്നാ പറയണേ, മാസും. ഇപ്പൊ എന്തൊക്കെ സാധനങ്ങളാണ്, ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് പ്രോട്ടോൺസ് എന്ന് പറയുമ്പോൾ എന്താ, പോസിറ്റീവ് ചാർജ് കേട്ടോ. പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും അതുപോലെ ഈ ആറ്റത്തിന്റെ മാസ്, ആറ്റത്തിന് ഒരു മാസ് ഉണ്ടാവുമല്ലോ, ആ മാസിന്റെ മെജോറിറ്റി മാസും എവിടെയായിട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണേ, ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിലായിട്ടാണ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലാണ് ഫീൽ ചെയ്യുക മാസും. ഓക്കെ, അപ്പൊ 2 കാര്യങ്ങളാണ് ന്യൂക്ലിയസിന്റെ ഉള്ളിൽ വരുന്നത്. ഇനി നാലാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്, നമുക്കറിയാം ആറ്റം എടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രോട്ടോൺ മാത്രമല്ലോ, വേറൊരാളും കൂടി ഇല്ലേ, ആരാ? യെസ്, ഇലക്ട്രോണുകൾ. അപ്പൊ ഇലക്ട്രോണുകൾ ഈ ന്യൂക്ലിയസിന്റെ ചുറ്റും ഇങ്ങനെ സർക്കുലർ പാത്തിൽ, അതായത് ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇലക്ട്രോണുകൾ. ഈ വട്ടത്തിൽ ഇങ്ങനെ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യാണ്, ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ റദർഫോർഡ് പറഞ്ഞ ആറ്റത്തിന്റെ മോഡൽ. ഓക്കെ, അപ്പൊ ഈ ആറ്റത്തിന്റെ മോഡലിനെ റദർഫോർഡ് കമ്പയർ ചെയ്തത് നമ്മുടെ സോളാർ സിസ്റ്റം ഇല്ലേ, അതായത് നമ്മുടെ സൗരയുദ്ധം, നമ്മുടെ
സണ്ണും എർത്തും മറ്റുള്ള പ്ലാനറ്റ്സും ഒക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സോളാർ സിസ്റ്റവുമായിട്ടാണ് റദർഫോർഡ് കമ്പയർ ചെയ്തത്. അപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ച ഈ ഒരു മോഡലിന് ഒരു പേരിട്ടു. അതാണ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. കാരണം പ്ലാനറ്റ്സ് കാണപ്പെടുന്ന പോലെ ഇലക്ട്രോൺസ് ഇങ്ങനെ സണ്ണിന് ചുറ്റും കാണല്ലേ. അപ്പൊ ആ ഒരു മോഡലിന് പുള്ളി വിളിച്ച പേരാണ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആൻ ആറ്റം കേട്ടോ, അല്ലെങ്കിൽ സൗരയുദ്ധ മാതൃക. അപ്പൊ മക്കളെ ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം കേട്ടോ, അത് ശ്രദ്ധിച്ചോണേ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ ഏണസ്റ്റ് റദർഫോർഡ് അങ്ങനെ അടിപൊളിയായിട്ടൊരു മോഡലൊക്കെ കണ്ടുപിടിച്ചു. അങ്ങനെ എല്ലാവരോടും പറഞ്ഞു, ഓക്കെ ഞാൻ ഇങ്ങനെ ആറ്റത്തിനൊരു മോഡലൊക്കെ കണ്ടുപിടിച്ചു എന്ന് പറയുന്ന സമയത്ത് എഗെയിൻ എന്ത് ചെയ്യും, എല്ലാ സയൻറ്റിസ്റ്റുകളും ഇങ്ങനെ നോക്കുമല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അങ്ങനെ നോക്കി നമ്മുടെ മാക്സ്വെൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്, മാക്സ്വെൽ കേട്ടോ, മാക്സ്വെൽ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് റദർഫോർഡിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. റദർഫോർഡെ, നമ്മുടെ ഇലക്ട്രോണുകൾക്ക് ചാർജ് ഉണ്ട്. എന്ത് ചാർജാ? നെഗറ്റീവ് ചാർജ്. റദർഫോർഡ് പറഞ്ഞനുസരിച്ചാണെങ്കിൽ ഇലക്ട്രോണുകൾ ഇങ്ങനെ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുവാണ് ത്രൂ ഔട്ട് അല്ലെ. അങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്ന ചാർജ് ഉള്ള ഏത് പാർട്ടിക്കിൾ ആണോ അത് കുറേ നേരം ഇങ്ങനെ കറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ എനർജി കുറയാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ എനർജി കുറയുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇലക്ട്രോൺസുകൾ ഇങ്ങനെ കറങ്ങി ശരിക്കും എന്ത് സംഭവിക്കും? ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ വന്ന് വീഴും, റദർഫോർഡ് പറഞ്ഞ രീതിയിലാണെങ്കിൽ. പക്ഷേ അങ്ങനെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ വന്ന് വീണാൽ നമ്മുടെ ആറ്റം നശിഞ്ഞു പോകും അല്ലേ. പക്ഷെ നമ്മുടെ ആറ്റങ്ങൾ നശിഞ്ഞു പോകുന്നുണ്ടോ? ഇല്ല. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള വസ്തുക്കളൊക്കെ കുറച്ച് കഴിയുമ്പോൾ തന്നെ നശിച്ചു പോകണ്ടേ. അത് വെറുതെ ഇരുന്ന ഒരു വസ്തു നശിഞ്ഞു പോകുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ റദർഫോർഡിന് ഇതിനൊരു ആൻസർ പറയാനായിട്ട് പറ്റിയില്ല. അങ്ങനെ റദർഫോർഡ് കണ്ടുപിടിച്ച ഈ മോഡലിനും എന്തോ പ്രശ്നമുണ്ട്, ഇത് തെറ്റാണെന്ന് കണ്ടുപിടിക്കുകയാണ്, പ്രൂവ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ മക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യമാണ് കേട്ടോ. റദർഫോർഡ് ചെയ്ത ഈ എക്സ്പെരിമെൻറ്റും അതിൻ്റെ ഒബ്സർവേഷനും അതിൽ നിന്ന് പുള്ളിക്ക് മനസ്സിലായതും പിന്നെ അതുപോലെ അദ്ദേഹം കണ്ടുപിടിച്ച ആ ആറ്റത്തിൻ്റെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പോസ്റ്റുലേറ്റ്സ് ഇല്ലേ എന്താണ് എന്നുള്ള, ആറ്റം മോഡൽ എന്താണെന്നുള്ളത്, ഈ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തിൻ്റെ മോഡലിന് പറ്റിയ ലിമിറ്റേഷൻ അഥവാ പരിമിതി, അല്ലെങ്കിൽ അതിന് പറ്റിയ കുറവ് എന്താണ് എന്നുള്ളത്. അതാണ് നിങ്ങൾക്ക് ഇവിടെ ലിമിറ്റേഷൻസ് ഓഫ് റദർഫോർഡ് ആറ്റം മോഡൽ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലിമിറ്റേഷൻ ഇപ്പോൾ മിസ് പറഞ്ഞ കാര്യം എന്താ ഇത്രേ ഉള്ളൂ. ഇലക്ട്രോൺസ് ശരിക്കും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ന്യൂക്ലിയസിന് ചുറ്റും സർക്കുലർ ആയിട്ടുള്ള പാത്തിലാണ്. ഇതിങ്ങനെ കറങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഇലക്ട്രോൺസിൻ്റെ എനർജി, ഇവർക്ക് ചാർജ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ, ഇവരുടെ എനർജി കുറഞ്ഞ് ഇവരെന്ത് ചെയ്യും? ഇങ്ങനെ കുറഞ്ഞ് അവരുടെ പാത്ത് ചെറുതായി ലാസ്റ്റ് ഇവിടെ നമുക്കറിയാം നടുക്ക് ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിൽ വന്നിട്ട് ഇലക്ട്രോൺ വീഴും. ഓക്കെ, അങ്ങനെ ഇലക്ട്രോൺസ് എല്ലാം വന്നിങ്ങനെ ന്യൂക്ലിയസിൽ വീഴുവാണെങ്കിൽ ആറ്റം നശിഞ്ഞു പോകും. പക്ഷെ ആക്ച്വലി അങ്ങനെ സംഭവിക്കുന്നില്ല. അപ്പോൾ ആ മോഡൽ തെറ്റാണ്. ആക്ച്വലി അങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ. ആ പറഞ്ഞ മോഡലിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മോഡലിൻ്റെ ലിമിറ്റേഷൻ. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സെൻറ്റൻസ് നല്ലോണം പഠിക്കണം. നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഷുഡ് കണ്ടിന്യൂസ്ലി ലൂസ് എനർജി. കണ്ടിന്യൂസ് ആയിട്ട് ഒരു എനർജി ലൂസ് ആയിട്ട് കൊളാപ്സ് ചെയ്യാന്ന് വെച്ചാൽ വന്ന് അതിൻ്റെ ഉള്ളിൽ വീഴും. കൊളാപ്സ് ഇൻ ടു ദ ന്യൂക്ലിയസ്. But this does not happen. പക്ഷേ ഇത് ശരിക്കും സംഭവിക്കുന്നില്ല. Therefore, Rutherford atom model failed to explain the stability of atom. അങ്ങനെ വന്നപ്പോൾ ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി അഥവാ സ്ഥിരത, അതായത് ആറ്റം എന്ന് പറയുന്ന സാധനം സ്റ്റേബിൾ ആയിട്ട് നിൽക്കണം അല്ലേ, സ്ഥിരത ഉണ്ടാവും, അതായത് നശിഞ്ഞു പോകാനായിട്ട് പാടില്ല. ആ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന സാധനത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുമായിരുന്നു ഉണ്ടായത്. സ്റ്റെബിലിറ്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ മോഡലിന് പറ്റിയില്ല. അപ്പോൾ അതാണ് ഈ മോഡലിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റ വാക്കിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്ര എഴുതാം. ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റീനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ റദർഫോർഡിന് കഴിഞ്ഞില്ല. അപ്പോൾ സ്റ്റെബിലിറ്റീനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാൻ എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ആ ഇലക്ട്രോൺസ് വന്ന് വീഴുന്നു എന്നുള്ള കാര്യങ്ങളിലൂടെ പറയണം. ജസ്റ്റ് ഒരു ഒറ്റ വാക്കിൽ എഴുതാൻ പറഞ്ഞാൽ ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സ്ഥിരതയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതിനെ പറ്റിയിട്ട് കൃത്യമായ ഒരു വിവരണം നൽകാൻ റദർഫോർഡിൻ്റെ ഈ പ്ലാനറ്ററി മോഡലിന് സാധിച്ചില്ല എന്നതാണ് നിങ്ങൾ പറയേണ്ടത്. ഓക്കെ, അപ്പോൾ മക്കളെ, നമ്മുടെ റദർഫോർഡിൻ്റെ ഈ ആറ്റം മോഡലും ഫെയിൽ ആയി കഴിഞ്ഞപ്പോൾ എല്ലാ സയൻറ്റിസ്റ്റും എന്ത് ചെയ്യാൻ തുടങ്ങി? പുതിയൊരു ആറ്റം മോഡൽ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ മോഡൽസ് വീണ്ടും വന്നെങ്കിലും പിന്നെ സ്ട്രോങ് ആയിട്ട് വരുന്ന ഒരു മോഡലാണ് നമ്മുടെ നീൽസ് ബോർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മോഡൽ. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ റദർഫോർഡിൻ്റെ എക്സ്പെരിമെൻറ്റും അതിൻ്റെ കുറച്ച് ഒബ്സർവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കുറേ സ്റ്റഡീസൊക്കെ നടത്തി അദ്ദേഹം നല്ലൊരു ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്തു. അതിൻ്റെ എന്താണ് ആറ്റം മോഡൽ എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഇങ്ങനൊരു പിങ്ക് കളറിലെ ബോക്സിൽ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. മെയിൻ കൺസെപ്റ്റ്സ് ഓഫ് ബോർ ആറ്റം മോഡൽ, ബോറിൻ്റെ ആറ്റം മോഡലിൻ്റെ മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റ്സ്. ഓക്കെ, അപ്പോൾ ആ കൺസെപ്റ്റ്സ് എല്ലാം നിങ്ങൾ നോക്കി വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.
അപ്പോൾ അതിൽ നോക്കി ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഇൻ എ ഫിക്സ്ഡ് ഓർബിറ്റ്. എല്ലാവരും ഈ വാക്കൊന്ന് ശ്രദ്ധിച്ചോ, ഫിക്സ്ഡ് ഓർബിറ്റ്. നേരത്തെ നമ്മുടെ റദർഫോർഡും പറഞ്ഞായിരുന്നു ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് ഓർബിറ്റിലൂടെയാണ്, സർക്കുലർ പാത്തിലൂടെയാണ്. ഓക്കെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും അവർ ഫിക്സ്ഡ് ആണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് തന്നെ ആയിരുന്നില്ലേ റദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡലിന്റെ ലിമിറ്റേഷൻ ആയിട്ടും ഉണ്ടായിരുന്നത്. കാരണം ഓർബിറ്റ് ഫിക്സ്ഡ് ആണെങ്കിൽ ഇലക്ട്രോൺസ് അതിൽ നിന്ന് കറങ്ങി 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 മാറി വരില്ലല്ലോ. ഓർബിറ്റ് ഫിക്സ്ഡ് അല്ലാത്തതുകൊണ്ടല്ലേ അതിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരും എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ലിമിറ്റേഷന് തന്നെയാണ് നമ്മുടെ ബോർ വന്നിട്ട് ഫസ്റ്റ് അങ്ങ് മാറ്റിയത്. പുള്ളി പറഞ്ഞു, റദർഫോർഡ് പറഞ്ഞ ആ ഒരു മോഡലിലുള്ള ഓർബിറ്റ്, ആ ഓർബിറ്റുകൾ ശരിക്കും എങ്ങനെയാ, ഫിക്സ്ഡ് ആയിട്ടുള്ള ഓർബിറ്റ്സ് ആണ്, അല്ലാണ്ട് അവർ ചുരുങ്ങുന്നൊന്നുമില്ല. ഓക്കെ, ആ വേർഡ് ആവുകൊണ്ട് നിങ്ങൾ എഴുതുമ്പോൾ ഒരിക്കലും മിസ്സാവരുത്. ഫിക്സ്ഡ് ഓർബിറ്റ്സിലാണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത്. സെക്കൻഡ് പറഞ്ഞ പോയിന്റ് നോക്കിയേ, ഇലക്ട്രോൺസ് ഇൻ ഈച്ച് ഓർബിറ്റ് ഹാവ് എ ഡെഫിനിറ്റ് എനർജി. അതായത് ഓരോ ഓർബിറ്റിലും, ശരിക്കും ഓരോ ഓർബിറ്റിലൊന്നും അല്ലാട്ടോ ഉണ്ടാവുക. അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പടം കൊടുത്തിട്ടുണ്ട്, നടുക്ക് ന്യൂക്ലിയസ്, പിന്നെ അതേ ഓരോരോ റൗണ്ട്സ് കണ്ടോ, ഇതൊക്കെ ഓർബിറ്റുകളാണ് കേട്ടോ. അപ്പോൾ ഇലക്ട്രോൺസ് ഒക്കെ ഈ ഓർബിറ്റുകളിലൊക്കെ ഉണ്ടാവുമേ. ഓക്കെ, അപ്പോൾ ഈ ഓർബിറ്റ്സുകളിലൊക്കെ ഉള്ള ഇലക്ട്രോൺസിന് എല്ലാത്തിനും ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള എനർജി അല്ലെങ്കിൽ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള എനർജിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഓർബിറ്റുകളെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എനർജി ലെവലുകൾ. ഓക്കെ, ഊർജ നിലകൾ എന്നാണ് ഈ ഓർബിറ്റുകളെ വിളിക്കുന്ന വേറൊരു പേര്. ഇനി മൂന്നാമത്തെ പോയിന്റ് പറയണത്, ആസ് ലോങ് ആസ് ദ ഇലക്ട്രോൺസ് റിവോൾവ് ഇൻ എ പെർട്ടിക്കുലർ ഓർബിറ്റ്, അതായത് ഒരു ഓർബിറ്റിൽ കൂടി തന്നെ ആ ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം ദെയർ എനർജി ഡസ് നോട്ട് ചേഞ്ച്, അവർക്കുള്ള എനർജിയിൽ ഒരു മാറ്റവും വരില്ല. അതായത് ഈ ആദ്യം കിടക്കുന്നത് ഈ ഓർബിറ്റ് എടുത്തോ, ഈ ഓർബിറ്റിലൂടെ തന്നെയാണ് അതിലുള്ള ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഇലക്ട്രോൺ വേറെ എങ്ങോട്ടും പോകണില്ല എന്നുണ്ടെങ്കിൽ അവർക്കുള്ള എനർജി എപ്പോഴും ആ എനർജി തന്നെ ആയിരിക്കും, അത് കൂടാനോ കുറയാനോ പോകുന്നില്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പോയിന്റ് വരുന്നത് നോക്കിയേ, ദ എനർജി ഓഫ് ദ ഓർബിറ്റ് ഇൻക്രീസസ് ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ഇൻക്രീസസ്. അതായത് ന്യൂക്ലിയസ് ഇവിടെ നടക്കണ്ടല്ലോ, ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഓരോ ഓർബിറ്റിന്റെയും കൂടുന്നതനുസരിച്ച് ഇതേ നോക്കിയേ, ഇപ്പൊ ഈ ലാസ്റ്റ് മിസ് വരച്ച് ഈ ഓർബിറ്റിലാണെങ്കിൽ ന്യൂക്ലിയസിൽ നിന്ന് കുറേ ഡിസ്റ്റൻസിലാണ് ഉള്ളത്. ഫസ്റ്റ് ഈ കിടക്കുന്ന ഓർബിറ്റോ ന്യൂക്ലിയസിന്റെ തൊട്ടടുത്തുള്ള അല്ലേ. അപ്പൊ ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം ഇങ്ങനെ കൂടി 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 വരുന്ന അനുസരിച്ചിട്ട് ഈ ഓർബിറ്റുകളിലുള്ള ഇലക്ട്രോൺസിന്റെ എനർജിയും എന്ത് ചെയ്യും, കൂടി വരും എന്നാട്ടോ പറയണത്. എനർജി ഓഫ് ദ ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസിന്റെ എനർജി അല്ലെങ്കിൽ ആ ഓർബിറ്റുകളുടെ എനർജി എന്ത് ചെയ്യും, കൂടിക്കൊണ്ടിരിക്കും. ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ഓർബിറ്റുകളുടെയും എനർജി എന്ത് ചെയ്യൂടെ, കൂടി വരും. ഇനി നാലാമത് പറഞ്ഞിരിക്കുന്ന പോയിന്റ് നോക്കിയേ, energy is emitted when the electron shifted from orbits of higher energy to orbit of lower energy. പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾക്ക് നടുക്ക് ന്യൂക്ലിയസ് ഉണ്ട്, ഇതാ ഫസ്റ്റ് ഓർബിറ്റ്, സെക്കൻഡ് ദേ ഇവിടെ ഇങ്ങനെ ഒരു ഓർബിറ്റ് വരച്ചു, ഇതാ തേർഡ് ഒരു ഓർബിറ്റ് മിസ് വരയ്ക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ഓർബിറ്റ്സ് വരച്ചു. ഇതിലൊക്കെ ഇലക്ട്രോൺസ് ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ കിടക്കുന്ന ഇലക്ട്രോൺ, ഈ ഇലക്ട്രോണിന് ദാ ഇവിടെ ഉള്ള ഇലക്ട്രോണിനേക്കാൾ എനർജി കുറവായിരിക്കും. ഓക്കെ, അതായത് ഈ ഓർബിറ്റലിന് നമുക്കറിയാം എനർജി കുറവാ, ഇതിനെ വെച്ച് നോക്കുമ്പോൾ ഇതിനാണ് വരച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും എനർജി കൂടുതൽ, കാരണം ദൂരം കൂടി. ഓക്കെ, അങ്ങനെ ഈ ഇലക്ട്രോൺ ഇൻ കേസ് നമ്മുടെ ഈ കുറവ് എനർജി ഉള്ള ഈ ഇലക്ട്രോൺ തൊട്ടിപ്പുറത്തെ ഈ ഓർബിറ്റലോട്ട് ചാടുവാണെന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രോൺ എന്ത് ചെയ്യും, കുറച്ച് എനർജി കൂടുതൽ അവർക്ക് വേണം അല്ലേ. ഇവിടെ കിടക്കുകയാണെങ്കിൽ കിടക്കാനായിട്ട് എനർജി കൂടുതൽ വേണം. ആ കൂടുതലുള്ള എനർജി എന്ത് ചെയ്യും, അവർ അബ്സോർബ് ചെയ്യും. അതായത് എവിടെന്നെങ്കിലും എനർജി കൂടുതലായിട്ട് അബ്സോർബ് ചെയ്തിട്ടാണ് ഇവരെന്ത് ചെയ്യുക, ഹയർ ആയിട്ടുള്ള ഓർബിറ്റിലോട്ട് ചാടുക. ഓക്കെ, അതേപോലെ തന്നെ ഏറ്റവും ഹയറിൽ കിടക്കുന്ന ഈ ഇലക്ട്രോണിന് മറ്റുള്ളവരെക്കാൾ എനർജി വളരെ കൂടുതലാണ്. അപ്പം ഇങ്ങേർക്ക് ഇപ്പോൾ ഈ ഓർബിറ്റലിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ എനർജി കുറച്ച് മതി ഈ ഓർബിറ്റലിൽ. അപ്പം നമ്മുടെ ആ പുള്ളിയുടെ എക്സ്ട്രാ ആ ഇലക്ട്രോണിൻ്റെ കയ്യിലുള്ള എനർജി എന്ത് ചെയ്യും, കളഞ്ഞിട്ട് ഇതിലോട്ട് വരും. മനസ്സിലായോ? അപ്പം ഹയർ ഓർബിറ്റിൽ കിടക്കുന്ന ആൾക്കാർ എനർജീനെ എമിറ്റ് ചെയ്യും അല്ലെങ്കിൽ പുറത്തോട്ട് വിടും. അങ്ങനെ അത് കളഞ്ഞിട്ട് ലോവർ എനർജിയുള്ള ഓർബിറ്റിലോട്ട് വരും. ലോവറിൽ കിടക്കുന്ന ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, എനർജീനെ അബ്സോർബ് ചെയ്തിട്ട് ഹയർ ലെവലിലോട്ട് ചാടും. ഓക്കെ, അതാണ് ദേ നാലാമത് പറഞ്ഞിരിക്കുന്ന ഈ പോയിന്റ് പറയാം കേട്ടോ. എനർജി ഈസ് അബ്സോർബ്ഡ് എപ്പോൾ ദ ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ഫ്രം ഓർബിറ്റ്സ് ഓഫ് ലോവർ ടു ഓർബിറ്റ്സ് ഓഫ് ഹയർ. ലോവറിൽ നിന്ന് ഹയറിലോട്ട് പോകാൻ അബ്സോർബ് ചെയ്യും. ഇനി ഹയറിൽ നിന്ന് ലോവറിലോട്ട് വരാൻ എനർജി എന്ത് ചെയ്യും, എമിറ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ ആ പോയിന്റ്? ഇനി ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന പോയിന്റ്,
ഓർബിറ്റുകളെ നമ്പർ ചെയ്യാം 1 2 3 4 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഓർബിറ്റ്സിനെ ആ ഓർഡർ അനുസരിച്ച് നമ്പർ ചെയ്യാമെന്നാണ് പറയണേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കിടക്കുന്നതിനെ 1 എന്ന് വിളിക്കും, സെക്കൻഡിനെ 2, ഇത് 3, അങ്ങനെ നമ്പർ ചെയ്ത് പോകാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബോറിൻ്റെ ആറ്റം മോഡലിൽ മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ആയിട്ട് പറയണത്. ഓക്കെ അല്ലേ? അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റുദർഫോർഡിൻ്റെ ആ ലിമിറ്റേഷനെ മറികടന്നുകൊണ്ട് ബോർ പറഞ്ഞ മോഡൽ എന്താ, ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് ഫിക്സഡ് ആയിട്ടുള്ള ഓർബിറ്റലിലൂടെയാണ്. അപ്പോൾ അവർക്ക് ചുരുങ്ങുകയോ ഇലക്ട്രോൺസ് വന്ന് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ വീഴുകയോ ഒന്നും ചെയ്യില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ അത്രയും പോയിന്റുകൾ എല്ലാവർക്കും. അപ്പോൾ മക്കളെ, നമ്മളിപ്പോൾ ആറ്റത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള മോഡലൊക്കെ ഇപ്പോൾ ഏകദേശം നമ്മൾ പഠിച്ചു. നടുക്ക് സെൻറ്ററിൽ ന്യൂക്ലിയസ് ഉണ്ട്, ആ ന്യൂക്ലിയസിൻ്റെ ഉള്ള പ്രോട്ടോൺ ഉണ്ട്, പിന്നെ മാസ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് അവിടെയാണ്. ഇലക്ട്രോൺസുകൾ ഓർബിറ്റുകളിൽ ഫിക്സഡ് ആയിട്ടുള്ള ഓർബിറ്റുകൾസിൽ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് അവരിങ്ങനെ ഓർബിറ്റിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ആറ്റത്തിൻ്റെ മോഡൽ എന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു ആറ്റത്തിൻ്റെ മോഡലാണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, ഇനി ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ്, അതായത് ആറ്റത്തിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന കണങ്ങൾ ഏതെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പഠിച്ചിട്ടുള്ളത് ഏതിനേക്കാ, ഇലക്ട്രോണിനെ പ്രോട്ടോണെയാണ്. അതിൽ ഇലക്ട്രോണിന്റെ ചാർജ് എന്താ, നെഗറ്റീവ്. പ്രോട്ടോണിന്റെ ചാർജ് എന്താ മക്കളെ, പോസിറ്റീവ്. ഇനി ഇവർ രണ്ടുപേരും കൂടാതെ വേറെ ഒരാളും കൂടി ഈ ആറ്റത്തിന്റെ ഉള്ളിൽ കാണപ്പെടുന്നുണ്ട്. അതാണ് നമ്മുടെ ന്യൂട്രോണുകൾ. ഇവിടെ കിടപ്പുണ്ട് ന്യൂട്രോൺസ്. ഓക്കെ, ന്യൂട്രോണുകൾ എന്ന് വെച്ചാൽ ആറ്റത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ന്യൂക്ലിയസിന്റെ ഉള്ളിലായിട്ടാണ് ന്യൂട്രോൺസിനെ കാണപ്പെടുന്നത്. ന്യൂട്രോൺസിന് ചാർജ് ഇല്ല. ഓക്കെ, അപ്പോൾ ചാർജ് ഇല്ലാത്ത കണങ്ങളാണ് ന്യൂട്രോൺസ്. അവർ കാണപ്പെടുന്നത് എവിടെയാണ്, ചാർജ്ലെസ് ആണ്. ഇവർ കാണപ്പെടുന്നത് ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ്. അപ്പോൾ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഇപ്പോൾ ആരൊക്കെയുണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. ഇലക്ട്രോൺ എവിടെയാണ് കാണുന്നത്, യെസ്, ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റുകളിലായിട്ടാണ് കാണുന്നത്. ഓക്കെ അല്ലേ? ഇവരെല്ലാം കാണുന്നത് എവിടെയാ, ആറ്റത്തിന്റെ ഉള്ളിൽ. ആറ്റത്തിന്റെ പുറത്താണോ, അല്ല കേട്ടോ, ആറ്റത്തിന്റെ ഉള്ളിൽ. ആറ്റത്തിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണെന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചതാണ് നമ്മുടെ ജെയിംസ് ചാഡ്വിക്. ഓക്കെ, ആരാണ് മക്കളെ, ജെയിംസ് ചാഡ്വിക്. അപ്പോൾ ഇത്രയും കാര്യം ന്യൂട്രോണിനെ നിങ്ങൾ നോക്കി വെച്ചാൽ മതി, അതൊന്നും വേറെ എക്സ്ട്രാ പഠിക്കണ്ട. ന്യൂട്രോണിന് ചാർജ് ഒന്നുമില്ല, ചാർജ്ലെസ് ആണ്, അല്ലെങ്കിൽ ന്യൂട്രൽ ആണ്. ന്യൂട്രൽ എന്നുള്ള വാക്കിൽ തന്നെയാണ് ന്യൂട്രോൺ എന്നുള്ളത് വന്നത്. അപ്പോൾ ന്യൂട്രൽ ആണ്, അല്ലെങ്കിൽ ചാർജ് ഇല്ല. കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. ഇത് കാണപ്പെടുന്നത് ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് വെച്ചിട്ട് ആറ്റത്തിൻ്റെ ഒരു മോഡൽ എന്താണെന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. മിസ് ജസ്റ്റ് വരയ്ക്കാട്ടോ, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോ. നടുക്ക് എന്തുണ്ട് മക്കളെ, ന്യൂക്ലിയസ് ഉണ്ട്. ഇനി അതിൻ്റെ ചുറ്റുമായിട്ട് എന്തുണ്ട്, ഓർബിറ്റലുകൾ ഉണ്ട് കേട്ടോ. ഓർബിറ്റ്സ് ഒക്കെ സർക്കുലർ ആയിട്ടുള്ള ഓർബിറ്റ്സ് ഉണ്ട്. ന്യൂക്ലിയസ് നമ്മൾ വരയ്ക്കുമ്പോൾ കുറച്ച് വലുതായിട്ട് വരയ്ക്കുന്നേ ഉള്ളൂ. ന്യൂക്ലിയസ് എങ്ങനെയാ, വളരെ ചെറുതാണ്. ഇനി ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ആരൊക്കെയുള്ള, പ്രോട്ടോണും ഉണ്ട്, പിന്നെ ആരും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്. പ്രോട്ടോണിൻ്റെ ചാർജ് എന്താ, പോസിറ്റീവ്. ന്യൂട്രോണിൻ്റെ ചാർജ് ഉണ്ടോ, ഇല്ല. ഓക്കെ, ഇനി ഓർബിറ്റുകളിൽ ആര് കാണപ്പെടുന്നുണ്ട്, ഇലക്ട്രോൺസ് കാണപ്പെടുന്നുണ്ട്. ഇലക്ട്രോണുകളുടെ ചാർജ് എന്താ, നെഗറ്റീവ് ചാർജ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആറ്റത്തിൻ്റെ മോഡലിൽ നമ്മളിപ്പോൾ പഠിച്ചത്. ഇതാണ് നമ്മൾ പഠിച്ച ആറ്റം മോഡൽ. ഇപ്പോൾ ഫൈനലി ഇത് ആര് പ്രപ്പോസ് ചെയ്ത ആറ്റം മോഡലാണ്, ബോർ കണ്ടെത്തിയ ആറ്റം മോഡലാണ് ഇപ്പോൾ ഫൈനലി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു ഈ ഷെല്ലുകൾ, ഷെല്ലല്ല, നമ്മൾ ഷെൽ എന്നുള്ള പേര് പറഞ്ഞില്ല, ഈ ഓർബിറ്റുകൾ എന്ന് പറഞ്ഞില്ലേ, ഈ കിടക്കുന്ന ഓരോ സർക്കുലർ ആയിട്ടുള്ള പാത്തുകൾ. അപ്പോൾ ഈ ഓർബിറ്റ്സിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഷെൽസ്. ഓക്കെ, നമ്മൾ ഈ ഓർബിറ്റ്സിന് 1 2 3 4 എന്ന് നമ്പർ ഇടാം എന്ന് നമ്മൾ പറഞ്ഞു. ഇതൊന്നാണെങ്കിൽ ഇത് 2, ഇത് 3, അങ്ങനെ നമ്പർ ഇടാമെന്ന് പറഞ്ഞു അല്ലേ. അതേപോലെ തന്നെ നമുക്ക് ഇവരെ വേറൊരു പേര് വിളിക്കാം. ഈ ഫസ്റ്റ് കിടക്കുന്ന ആള് കെ ഷെൽ എന്ന് പറയാം, കെ ഷെൽ. സെക്കൻഡ് കിടക്കുന്ന ആളാണെങ്കിൽ എൽ, പിന്നെ എം, എൻ, അങ്ങനെ പോകും. അതായത് കെ, എൽ, എം, എൻ, എ ബി സി ഡി ലെറ്റേഴ്സാന്ന് പറഞ്ഞിട്ട് ആദ്യം മുതലുള്ള ലെറ്റേഴ്സ് ഒന്നും എഴുതി വെക്കരുത്. അതുപോലെ കുറേ അങ്ങോട്ട് പോവുകയും ഇല്ല കേട്ടോ. നമുക്ക് മെയിനായിട്ട് ഇപ്പം ഇത്ര എണ്ണം പഠിക്കാം. കെ, എൽ, എം, എൻ, അങ്ങനെയാണ് നമ്മുടെ ഷെല്ലുകൾക്ക് പേര് കൊടുത്തിരിക്കുന്നത്. ഇതാ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോ ഷെല്ലുകളെയും അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കിടക്കുന്ന ഷെല്ലപ്പോൾ ഏതാ, കെ ഷെല്ല്. പിന്നെ അങ്ങോട്ട് വരുമ്പോൾ എൽ ഷെല്ല്, മൂന്നാമതായിട്ട് എം ഷെല്ല്, പിന്നെ എൻ ഷെല്ല്, പിന്നെ ഒ ഷെല്ല്, ഇങ്ങനെ ഷെൽസ് വരുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ആറ്റത്തിൻ്റെ മോഡലിന് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയില്ലേ? ഇനി ഈ ഏറ്റവും ലാസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് ഇരിപ്പുണ്ട്. ആ ബോക്സിൽ മെയിനായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളൊന്ന് നോക്കി വെക്കാം. പാർട്ടിക്കിൾസിൻ്റെ പേര്, കണങ്ങളുടെ പേര്. പ്രോട്ടോൺ എവിടെയാണ് കാണുന്നതെന്ന്, പ്രോട്ടോണിൻ്റെ പൊസിഷനാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ആറ്റത്തിൻ്റെ ഉള്ളിൽ എവിടെയാണ് കാണുന്നത് പ്രോട്ടോൺസ്, ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇൻസൈഡ് ദ ന്യൂക്ലിയസ് അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി പ്രോട്ടോണിൻ്റെ ചാർജ് എന്താ, പോസിറ്റീവ് ചാർജ്. ഇനി
പ്രോട്ടോണിൻ്റെ മാസൊക്കെ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ പൊസിഷൻ അപ്പോൾ നിങ്ങൾ എവിടെയാണ് പറയേണ്ടത്? ഓർബിറ്റ് എന്ന് പറയാം. ഓർബിറ്റ്സ്, ഓർബിറ്റ് അല്ലെങ്കിൽ എന്ത് പറയാം, ന്യൂക്ലിയസിന് പുറത്ത് ഓർബിറ്റുകളിലായിട്ട് കാണുന്നു എന്ന് വേണമെങ്കിൽ എഴുതാം. സർക്കുലർ പാത്തായിട്ടുള്ള ഓർബിറ്റുകളിൽ, അല്ലാണ്ട് വൺ വേർഡ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഓർബിറ്റ്സിൽ കാണപ്പെടുന്നു എന്ന് പറയാം. ഇനി അവരുടെ ചാർജ് എന്ത് പറയണം? നെഗറ്റീവ് ചാർജ്. ഓക്കെ. ഇനി ഫൈനലി ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന മറ്റൊരാളും കൂടി ഉണ്ടല്ലോ, ആളുടെ പേര് അവിടെ തന്നിട്ടില്ല, നമുക്ക് ഫില്ല് ചെയ്യാം. ആരാണത്? ന്യൂട്രോണുകൾ. ആരാണ്? ന്യൂട്രോൺസ്. ഓക്കെ, ന്യൂട്രോൺസ്. അപ്പം ന്യൂട്രോൺസ് ആണ് പിന്നെ ഉള്ളത്. ന്യൂട്രോൺസിൻ്റെ ചാർജ് എന്താ? ചാർജ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം നമുക്ക് എഴുതാം ചാർജ് ലെസ് ആണ്, ചാർജ് ഇല്ല എന്ന് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് ചാർജ് ഒന്നുമില്ല, ന്യൂട്രൽ ചാർജ് ആണെന്നും എഴുതാം. പിന്നെ ഓരോന്നിൻ്റെ മാസും കൊടുത്തിട്ടുണ്ട്. മാസും നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. പ്രോട്ടോണിൻ്റെ മാസ് 1U ആണ് വരുന്നത്. മാസിൻ്റെ യൂണിറ്റ് ആണ് കേട്ടോ യു. നമ്മളിപ്പോൾ കിലോഗ്രാം അതുപോലെ തന്നെ ഗ്രാം എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ ഇവരുടെ ഭയങ്കര കുഞ്ഞു കുഞ്ഞു കണങ്ങളല്ലേ, ഇവർക്ക് കിലോഗ്രാമിലും ഗ്രാമിലൊക്കെ നമുക്ക് ഇവരെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിന് പകരമുള്ളൊരു യൂണിറ്റ് ആണ് ഈ യു എന്ന് എഴുതണേ കേട്ടോ. അപ്പോൾ പ്രോട്ടോണിൻ്റെ മാസ് എത്രയാണ്? യു ആണ്. ഇനി ഇലക്ട്രോണിൻ്റെ മാസ് ഓൾമോസ്റ്റ് സീറോൻ്റെ അടുത്താണ് വരുന്നത്. സീറോ ആയിട്ട് പോവില്ല, പക്ഷേ ഇലക്ട്രോണിന് വളരെ മാസ് കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ സീറോ ആയിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യണത്. അതുകൊണ്ട് സീറോ എന്ന് എടുത്തിട്ടുള്ളൂ. ശരിക്കും മാസ് സീറോ എന്നല്ല കേട്ടോ വരുന്നത്, പക്ഷേ നിയർ ടു സീറോ, വളരെ കുഞ്ഞൊരു വാല്യൂ ആണ്. ഇത് ഇവിടെ നോക്കിയാൽ അറിയാം, വളരെ വളരെ കുഞ്ഞൊരു വാല്യൂ അത്. ഇനി ന്യൂട്രോണിൻ്റെ മാസ് എത്ര വരാ? അതും 1U ആണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പഠിച്ചത് നമ്മളുടെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് ആറ്റത്തിൻ്റെ എൻറ്റയർ മാസ്, അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ മാസ് മൊത്തം എവിടെയാണെന്നാണ് പഠിച്ചത്? ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ. കാരണം നമുക്കറിയാം ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്നത് ആരൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണും. പ്രോട്ടോണിൻ്റെ മാസ് 1, ന്യൂട്രോണിൻ്റെ മാസ് 1. ഇലക്ട്രോണിൻ്റെ മാസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല എന്നല്ലേ കൊടുത്തിരിക്കണേ. അതുകൊണ്ടാണ് എൻറ്റയർ മാസ് ഓഫ് ആൻ ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കൾക്ക്? അപ്പം ഇത്രയാണ് നമ്മുടെ ആറ്റത്തിൻ്റെ മോഡലും ആറ്റത്തിൽ കാണുന്ന ആൾക്കാരും അവരുടെ ചാർജും ഒക്കെ. അപ്പോൾ മക്കളെ, നമ്മൾ ഇപ്പോൾ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ഇലക്ട്രോണിനെയും ഒക്കെ പറ്റി പഠിച്ചു. ആറ്റത്തിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ആണ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമ്മളോട് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ പ്രോട്ടോണിനെയും ഇലക്ട്രോണിനെയും ന്യൂട്രോണിൻ്റെയും ഒക്കെ ചാർജ് എന്താണെന്നും അവർ ആറ്റത്തിൻ്റെ ഉള്ളിൽ എവിടെയാണ് കാണുന്നതെന്നും അതുപോലെ ഇവരെ കണ്ടുപിടിച്ചത് ആരാണെന്നും. പക്ഷേ ഈ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ എത്ര പഠിച്ചാലും നമ്മുടെ തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ളതാണ്, തിരിഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ തിരിഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, മക്കളുടെ മാർക്കൊന്നും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മിസ് ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ആ ട്രിക്ക് ഒന്ന് ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒരിക്കലും മാറിപ്പോകില്ല കേട്ടോ. അപ്പൊ ട്രിക്ക് ഇതാണ്, ദേ നോക്കി ഇവിടെ PEN, ദാറ്റ് ഈസ് പെൻ. അതിൻ്റെ തൊട്ട് താഴെ തന്നെ മക്കൾ ഏതാ? RTC. അപ്പം എന്താ സംഭവം? പെൻ RTC. അതിൽ പിയുടെ താഴെ തന്നെ നിങ്ങൾ ആറിന് എഴുതണം, ഇയുടെ താഴെ തന്നെ ടീന് എഴുതണം, എന്നിൻ്റെ താഴെ തന്നെ സീന് എഴുതണം. ഇനി ഇത് എന്തൊക്കെയാണെന്ന് മിസ് പറഞ്ഞുതരാം. ദാ പി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പ്രോട്ടോൺ ആണ്, പ്രോട്ടോൺ. ഇ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇലക്ട്രോൺ ആണ്. ആൻഡ് എൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആരാ? നമ്മുടെ ന്യൂട്രോൺ. ഓക്കെ, അപ്പോൾ പി പ്രോട്ടോൺ, ഇ ഇലക്ട്രോൺ, എൻ ന്യൂട്രോൺ. അപ്പോൾ പ്രോട്ടോണിൻ്റെ ചാർജ് എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, എന്ത് ചാർജാടാ? പോസിറ്റീവ് ചാർജാണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താ മക്കൾ? ചാടി ചാടി പറഞ്ഞേ. എന്ത് ഇലക്ട്രോണിൻ്റെ ചാർജ്? നെഗറ്റീവ് ചാർജാണ്. ന്യൂട്രോണിന് ചാർജ് ഉണ്ടോ മക്കളെ? ഇല്ല, ന്യൂട്രോണിന് ചാർജ് ഇല്ല. അപ്പം നമുക്ക് ഇവിടെ ഇപ്പോൾ തൽക്കാലം 0 എന്ന് കൊടുക്കാം. ചാർജ്ലെസ് ആണ് ന്യൂട്രോൺ, അല്ലെങ്കിൽ ന്യൂട്രൽ സാധനങ്ങളാണ് ന്യൂട്രോൺ. ഓക്കെ, ഇനി നമ്മുടെ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? അതാണ് നമുക്ക് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. ആറ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സയൻറ്റിസ്റ്റ് ഏതായിരുന്നു നമ്മളിപ്പോൾ പഠിച്ചതിൽ? ആരാണ്? യെസ്, നമ്മുടെ റദർഫോർഡ് ആണ് കേട്ടോ, ഏർണസ്റ്റ് റദർഫോർഡ്. അപ്പോൾ R സ്റ്റാൻഡ്സ് ഫോർ റദർഫോർഡ്. ഓക്കെ, അപ്പോൾ റദർഫോർഡ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാ? ദേ ഇവിടെ T എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലേ. T4 ആരാണ്? തോംസൺ. യെസ്, JJ തോംസൺ ആണ്. തോംസൻ്റെ ആണ് നമ്മൾ ആ T ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ, തോംസൺ. ഓക്കെ, ഇനി ന്യൂട്രോൺ കണ്ടുപിടിച്ചത് അങ്ങനെയാണെങ്കിൽ ആരാ? C ആണല്ലേ. C വെച്ച് തുടങ്ങുന്നത്. യെസ്, എന്താ ആളുടെ പേര്? ജെയിംസ് ചാഡ്വിക് ആണ്. അതിൻ്റെ ചാഡ്വിക് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ചാഡ്വിക്. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് പഠിക്കുക. പിന്നെ പഠിക്കേണ്ട കാര്യം എന്താ? ഇവരുടെ പൊസിഷൻ ആയിരുന്നു. പ്രോട്ടോൺ കാണുന്നത് എവിടെയാ? ന്യൂക്ലിയസിലാണ്, ന്യൂക്ലിയസിൽ. ഇലക്ട്രോൺ കാണുന്നത് എവിടെയാ? ഓർബിറ്റിൽ. ആൻഡ് ന്യൂട്രോൺ കാണുന്നത് എവിടെയാ? ന്യൂക്ലിയസിൽ. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്കത് കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഓക്കെ ആയാലോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ
NRTC എന്ന് പറഞ്ഞ കോഡ് നല്ല രീതിയിൽ ഓർത്തിരിക്കുക. അത് പ്രോട്ടോൺ എന്ന് പറഞ്ഞത് കണ്ടുപിടിച്ചത് ആരാ? റുദർഫോർഡ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് നമ്മുടെ തോംസൺ. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ചാഡ്വിക്ക്. ഇനി പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ്, ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ആൻഡ് ന്യൂട്രോണിൻ്റെ ചാർജ് 0 അല്ലെങ്കിൽ ചാർജ്ലെസ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ അതിന് എന്തായാലും എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റും. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, തിരിഞ്ഞു പോകും. അപ്പോൾ വൃത്തിയായിട്ട് ഇത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എഴുതിയെടുത്ത് പഠിക്കാൻ നേരത്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എടുത്ത പോർഷൻ ക്ലിയർ ആയില്ലേ? മക്കളെ, നമ്മളിന്ന് പഠിച്ച പോർഷൻസ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? എല്ലാം ഓക്കെ ആയില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതേപോലെ ഫർദർ ക്ലാസ്സസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ഗുരുകുലത്തിൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ലൈക്ക് ചെയ്യുക, പിന്നെ അതുപോലെ നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല മിടുക്കരായിട്ട് പഠിക്കുക, എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക.